നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാലർ ബോട്ട് ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റാണ്. 5ാമത്തെ ദിവസത്തെ പ്രോഫിറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 4ാമത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഡേറ്റ് വൈസാണ് ഞാൻ പറയുന്നത് 5ാമത്തെ ദിവസം. അപ്പോൾ 5ാമത്തെ ദിവസത്തെ പ്രോഫിറ്റ്, എത്ര പ്രോഫിറ്റ് കിട്ടി, ടോട്ടലി ഈ 5 ദിവസം കൊണ്ട് എത്ര പ്രോഫിറ്റ് കിട്ടി, പിന്നെ എന്തൊക്കെ ട്രേഡ് എടുത്തേണ്ട്, അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ വാലറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ വാലറിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, അതായത് രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്സ്, പിന്നെ വാലറിൻ്റെ കുറച്ചുകൂടിയുള്ള ഡീറ്റെയിൽസ്, പ്ലാൻ ഡീറ്റെയിൽസ്, ആക്ടിവേഷൻ, പിന്നെ ബൈനാൻസുമായിട്ടുള്ള API ലിങ്കിങ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും സ്വന്തം റിസ്കിൽ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ടുള്ള പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് ഈ ബൈനാൻസിൽ ഇട്ടാണ് ഫണ്ട് ആകെ ഈ ബോട്ടിനെ ട്രേഡ് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബൈനാൻസിൽ ഇട്ടാണ് ഫണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്ത് ക്യാഷ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാവുന്നതാണ്. കാരണം ബൈനാൻസിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാമല്ലോ. അപ്പോൾ അത് ലോക്കൊന്നും ചെയ്ത് വെക്കാൻ പറ്റില്ല. പിന്നെ അഥവാ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ തന്നെ, എന്തെങ്കിലും ഈ ബോട്ടിനൊരു ഇഷ്യൂ ഉണ്ടായാൽ തന്നെ, കാരണം നമ്മുടെ കമ്പനി എന്നല്ലോ, അപ്പോൾ ഞാൻ ആ ഇഷ്യൂ കൂടി പറയുകയാണ്. ഇഷ്യൂ ഉണ്ടായാൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയറിലായിട്ടുള്ള ആക്ടിവേഷൻ ചാർജ് ഉണ്ട്. ആ ചാർജ് മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുള്ളൂ. പിന്നെ ആ ഒരു ചാർജ് എന്ന് വെച്ചാൽ ആ 1 ഇയറിലായിട്ടുള്ള ആക്ടിവേഷൻ ചാർജ് ശരിക്കും ഈ ബോട്ടിൻ്റെ കമ്പനി അല്ല എടുക്കുന്നത്. അത് ശരിക്കും അഫിലിയേഷനായിട്ട് പോകും. പല ലെവലിലുള്ള അഫിലിയേഷൻ ഉണ്ട്. അപ്പോൾ വേറെ യൂസേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവാണ്. ഈ ബോട്ടിൻ്റെ ചാർജ് ആയിട്ടുള്ളത് മന്ത്ലി ഉള്ള $10 ഫ്യൂവൽ ഫീ ആണ്. മന്ത്ലി $10 ഫ്യൂവൽ ഫീ ആയിട്ടുണ്ട്. ഗ്യാസ് ഫീ എന്ന് പറയും, ആ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാസത്തേക്ക് നമുക്ക് ഗ്യാസ് ഫീ ഇല്ല. 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ $10 ഗ്യാസ് ഫീ ഉണ്ട്. അത് മാത്രമാണ് ഈ ബോട്ടിനുള്ള ചാർജായിട്ട് വന്നത്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ Day 5 ട്രേഡ്സും പിന്നെ എത്ര പ്രോഫിറ്റ് ടോട്ടൽ കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. എൻജോയ് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബൈനാൻസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാ ട്രേഡ്സും കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ബൈനാൻസ് തന്നെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഞാൻ വാലറൊന്നും എടുത്തിട്ടില്ല. ഇനി ഞാൻ വാളറ്റിൽ പോയപ്പോൾ ഇവിടെ എനിക്ക് BTC മേടിച്ച് വെച്ചേക്കാണ്. BTC ഓൾറെഡി മേടിച്ച് വെച്ചേക്കാണ്. USDT സെല്ലാക്കിയിട്ട് BTC വാങ്ങിച്ചു. അതായത് USDT വെച്ചിട്ട് BTC വാങ്ങിച്ചു. BTC $51.12 BTC ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് $1.11 USDTയും ബാക്കിയുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ $1.23 നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ $1.23 നമുക്ക് 5 ദിവസം കൊണ്ട് കിട്ടിയ പ്രോഫിറ്റാണ്. നമുക്ക് 5 ദിവസം കൊണ്ട് കിട്ടിയ പ്രോഫിറ്റ് $1.23 ഇനി നമുക്ക് ഏതൊക്കെ ട്രേഡ് ഇന്ന് എടുത്തേണ്ടെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള ആ ഒരു ലിസ്റ്റ് പ്ലസ് ഒരു ക്ലോക്ക് പോലത്തെ ഒക്കെ കണ്ടോ, ഹിസ്റ്ററി പോലത്തെ, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ട്രേഡ്സിൽ പോകാവുന്നതാണ്. ട്രേഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നെടുത്താണ് ട്രേഡ്സ് കാണാൻ പറ്റും. ഇന്നെന്ന് വെച്ചാൽ 3-ാം തീയതിയാണ്. അപ്പോൾ 3-ാം തീയതി തൊട്ടുള്ള ട്രേഡ്സാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 3-ാം തീയതി തൊട്ട് കുറച്ച് ട്രേഡാണ് ഇന്നെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഏറ്റവും താഴെ നമുക്ക് 3-ാം തീയതിയിലെ ട്രേഡ് കാണാൻ പറ്റും. 19,989 ഒരു സെല്ല് എടുത്തിട്ടുണ്ട് $14. പിന്നെ 19,980 തന്നെ ഒരു $35.98 ഒരു സെല്ല് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു പ്രോഫിറ്റിലാണ് സെല്ല് നടത്തിയാണ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിൽ അടുത്ത ബൈ ആണ്. 19,828 ഒരു ബൈ നടത്തിയിട്ട് $50.95 ബൈ നടത്തിയിട്ടുണ്ട്. പിന്നെ സെല്ല് എടുത്തിരുന്നത് 19,916 അതും പ്രോഫിറ്റിലാണ്. അപ്പോൾ നമുക്ക് 51.18 നമ്മുടെ കയ്യിലുള്ള USDTയുടെ എമൗണ്ട്, അതായത് നമ്മൾ പ്രോഫിറ്റിലേക്ക് വീണ്ടും ഒരു $1 പ്ലസ് പ്രോഫിറ്റിലേക്ക് നമ്മൾ വന്നു. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തത് നടത്തിയേക്കണമെന്ന് വെച്ചാൽ ആ സെല്ലിന് ശേഷം ഒരു ബൈ നടത്തിയിട്ടുണ്ട്. 19,876 ഒരു ബൈ നടത്തിയിട്ടുണ്ട്. അപ്പോൾ 916 സെല്ല് ചെയ്തത്. പിന്നെ 19,876 ഒരു ബൈ നടത്തിയിട്ടുണ്ട്. അത് 51.08 USDTക്കാണ് ബൈ നടന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ബൈന് ശേഷം പിന്നെ ഒരു ട്രേഡ് നടന്നിട്ടുള്ളത്. അത് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബൈ നടന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആ ഒരു ബൈ നടന്നത്. അതിന് ശേഷം ഒരു ട്രേഡ് നടന്നിട്ടുള്ള. അതാണ് ഈ ബോട്ടിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, ഈ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മേടിച്ച് ആവറേജ് ചെയ്യുന്ന പരിപാടിയില്ല. ട്രേഡ് എന്ന് വെച്ചാൽ ഓരോ ട്രേഡ് സൂക്ഷിച്ചാണ് ചെയ്യുള്ളൂ. കുറച്ച് ട്രേഡാണ് ഡെയിലി ചെയ്യുള്ളൂ. പക്ഷേ നമുക്ക് ഡെയിലി പ്രോഫിറ്റ് കിട്ടാനായിട്ട് മാക്സിമം നോക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ചാർട്ട് കാണിച്ചു തരാം. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഇവിടെ നമ്മൾ BTC/USDT എടുത്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇച്ചിരി നഷ്ടത്തിലാണ്. 19,810
10-ലാണ് ഇപ്പോൾ കണ്ടേക്കുന്നത്. നമ്മൾ ട്രേഡ് നടത്തിയത് എത്രയിലായിരുന്നു? 19. ഇപ്പോൾ കാണിച്ചു തരാം. 19 നമ്മൾ ആ ഒരു ബൈ നടത്തിയത് 19,876 നമ്മളൊരു ബൈ നടത്തിയത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് വെച്ച് നോക്കിയുമ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ തന്നെ ആണെങ്കിൽ പോലും നമ്മൾ 876 വാങ്ങിച്ചത്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഓവറോൾ പ്രോഫിറ്റിലാണെങ്കിലും നമ്മൾ ആ പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ, ബൈ ചെയ്ത പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നഷ്ടത്തിലാണ്. 19,818 ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ് കണ്ടോ, 816 റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സെല്ലാക്കാത്തത്. സെല്ലാക്കണമെങ്കിൽ ഒരു 19,900 പ്ലസ് പോയി കഴിഞ്ഞാലാണ് മിക്കവാറും സെല്ലാക്കുള്ളൂ. അപ്പോൾ ഇത് 19,816 തന്നെ നിൽക്കുവാണ്, 800 തന്നെ നിൽക്കുവാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രേഡ്സ് കാണാൻ പറ്റും. ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ്സ് കാണാൻ പറ്റും. നമുക്ക് 3-ാം തീയതിയാണ് കാണേണ്ടത്. 3-ാം തീയതിയിലെ ട്രേഡ് എന്ന് വെച്ചാൽ ഇതാണ്. ഇവിടെ ഒരു സെല്ലാണ് സ്റ്റാർട്ടിങ് ട്രേഡ്. ഇവിടെ ഒരു സെല്ലാണ്. ഇന്നത്തെ ഫുള്ള് അത്യാവശ്യം പ്രോഫിറ്റ്, ചെറിയ പ്രോഫിറ്റ് ആണെങ്കിൽ ചെറിയ പ്രോഫിറ്റിന് തന്നെയാണ് എല്ലാ ട്രേഡ് നടന്നത്. ഇവിടെ രണ്ടാമത്തെ പോയിന്റിൽ ആ സെല്ല് കണ്ടോ, ആ സെല്ലാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഇച്ചിരി താഴെ എത്തിയപ്പോൾ വീണ്ടും ബൈ നടന്നിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും നടന്നിട്ടില്ല, വലിയ കാര്യമായിട്ട് വേറെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ആകെ ഇന്നെന്ന് പറയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ 4 ട്രേഡോ അങ്ങനെ കണ്ടാണ് ഇന്ന് നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ നാളത്തെ സ്റ്റാറ്റസ് നാളെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വാലറായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാലറിൻ്റെ ബേസായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആ ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വാലർ ഓൾറെഡി ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്ടിവേഷൻ അറിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പുകളുടെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കുറച്ച് PDF-ഉം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ലെവലിലൂടെ അപ്പോൾ പുതിയൊരു സിനിമ പറ്റി അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.